ഇരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നീടുണ്ടായിരിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് യേശു ദൈവപുത്രൻ എന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ്. ഖുർആൻ യേശു ദൈവപുത്രനല്ല, ഇബ്നുല്ലാ എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു പല സമയത്തും യേശുക്രിസ്തു സ്വയം പിതാവെന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തു ഏതർത്ഥത്തിലാണ് പുത്രൻ എന്ന് ഉപയോഗിച്ചത്? ഞാൻ ഇങ്ങനെ ഓരോന്നിനെയും ഇസ്ലാം പറയുന്ന ഈ വീക്ഷണത്തെയും യേശുവിന്റെ അധ്യാപനത്തെയും ക്രിസ്തു മതത്തെയും, ഈ മൂന്ന് ട്രയാങ്കിളാണ്. ഒന്ന് ഖുർആൻ പറയുന്നത്, രണ്ട് യേശുക്രിസ്തു പറയുന്നത്, മൂന്ന് ക്രിസ്തുമതം പറയുന്നത്. ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ, അതായത് യേശുക്രിസ്തുവിന്റെ അധ്യാപനവും ഇസ്ലാമുമായിട്ട് യാതൊരു തരത്തിലും കോൺട്രാഡിക്ട് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ക്രിസ്തുമതവും ഈ രണ്ടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാഡിക്ട് ചെയ്യുന്നുണ്ട്. ജ്യേഷ്ഠാണോ തന്നത് ഖുർആൻ? നേരത്തെ അല്ലല്ല, ജ്യേഷ്ഠൻ ഇങ്ങനെ സംസാരത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു പോയിന്റ് എനിക്ക് ഇട്ട് തന്നു. ഞാൻ അന്നത്തെ ഒരു ദിവസം മുഴുവൻ ഞാനിരുന്ന് പരിശോധിച്ചു, കൃത്യമായ ഉദ്ധരണി കിട്ടിയില്ല. ഞാൻ സ്വാഭാവികമായിട്ട് അന്ന് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച മീറ്റിങ്ങിൽ പോകണം. അപ്പൊ ഞാൻ ഞായറാഴ്ച സംശയത്തോടുകൂടി ഞാൻ മീറ്റിങ്ങിന് പോയി. ആരെ വിളിച്ചോ? ഇനി യേശു അല്ല യഥാർത്ഥത്തിൽ യഹോവ ദൈവമെങ്കിൽ അതൊരു പ്രശ്നത്തിലാവുമല്ലോ. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിലെ മീറ്റിംഗ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ മീറ്റിങ്ങിന് പോയി. അവിടെ ഇങ്ങനെ മീറ്റിംഗ് ഇങ്ങനെ വളരെ തകൃതിയായി നടക്കുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ റെഫറൻസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒപ്പിച്ച വാക്യങ്ങളല്ലാതെ കൃത്യമായ ഒരു വാക്യം എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞു ഞാൻ നേരെ സങ്കടത്തോടെ വീട്ടിൽ പോയിരുന്നു. ഞാൻ ഇങ്ങനെ ഒരാഴ്ച പരിശോധിച്ചു ബൈബിൾ സുവിശേഷങ്ങൾ, അതേപോലെ ഒന്ന് രണ്ട് ക്രൈസ്തവ ബുക്കുകൾ, അതായത് യേശുക്രിസ്തു ദൈവമാണെന്ന് സമർത്ഥിക്കുന്ന പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ടും അതിനകത്ത് യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പറയുന്ന കൂട്ടിങ്ങൾ കിട്ടുന്നില്ല. വേറെ സ്ഥലത്ത് യേശുക്രിസ്തു പറയുന്നുണ്ട്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. സത്യനമസ്കാരികൾ എന്നെ ആരാധിക്കുന്നല്ല, പിതാവിനെ, അതായത് ഞാൻ ആരെയാണോ റബ്ബ് പിതാവെന്ന് വിളിക്കുന്നത് ആ പിതാവിനെ ആരാധിക്കുന്ന നാൾ. ഇങ്ങനെ ഇപ്പൊ പ്രാർത്ഥന യേശുവിലേക്ക് വരുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കി ഒരാഴ്ച ഇങ്ങനെ പോയി. ഞായറാഴ്ച അടുക്കും തോറും പേടിയായി. കാരണം ആരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് അറിയാതെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ഞാൻ അതിനു മുമ്പ് തന്നെ യേശുവിനോടുള്ള പ്രാർത്ഥന നിർത്തി യഹോവയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം യഹോവ ദൈവമാണെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ശനിയാഴ്ച ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, വാ വീട്ടിലേക്കൊന്ന് വാ, കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ ഈ പാസ്റ്റർ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ പാസ്റ്ററെ വിളിച്ചു വീട്ടിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് മാറ്റി നിർത്തി. വേറെ വീട്ടുകാരൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ വിളിച്ചിട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, അല്ല യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയാ കിടക്കുന്നത്? യേശുക്രിസ്തു പഠിപ്പിച്ചതായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, അത് ബൈബിൾ മുഴുവൻ അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കോട്ടിങ് ഉദ്ധരിച്ചു. അത് ബൈബിളിൽ ഉടനീളം യേശുവിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് പറഞ്ഞിട്ട് ഒന്നാം പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചു. ഞാനപ്പോ തന്നെ അത് മറുപടി വിശദമായിട്ട് പറയുകയും പുള്ളിക്ക് അവിടെ വെച്ച് തുടർന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്തു. പുള്ളി പറഞ്ഞു, നാളെ അങ്ങ് മീറ്റിങ്ങിന് വരണം എന്ന് പറഞ്ഞ് പുള്ളി സ്കിപ്പായി. പിറ്റേ ദിവസം ഞാൻ മീറ്റിങ്ങിന് പോയില്ല. കാരണം ആരോട് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമാകാത്ത ഒരു അവസ്ഥയിൽ മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മീറ്റിംഗ് കഴിയുന്ന സമയമായപ്പോൾ എനിക്ക് ചർച്ചിൽ നിന്നും കോൾ വന്നിട്ട് ചോദിച്ചാൽ എന്താ മീറ്റിങ്ങിന് വരാഞ്ഞത് എന്നൊക്കെയുള്ള ഒരു അന്വേഷണം. ഞാൻ പറഞ്ഞു, ഇന്ന പോലാണ്, ഞാൻ ഇന്നലെ പാസ്റ്ററോട് സംസാരിച്ചിരുന്നു, എനിക്ക് മറുപടി ഒന്നും തന്നിട്ടില്ല, അപ്പൊ ആ മറുപടി ഒന്ന് അറിഞ്ഞതിന് ശേഷം വരാമെന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് ദൈവത്തിന്റെ അടി കിട്ടും, ശിക്ഷ ഇറങ്ങും, കാരണം ദൈവത്തെയാണ് നിഷേധിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ അല്ല നിഷേധിക്കുന്നത്, ഞാൻ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട്. യേശു ദൈവമാണെന്നുള്ളതിന് യേശുക്രിസ്തു പഠിപ്പിച്ചതായിട്ട് ഞാൻ ഇതുവരെ പരിശോധിച്ചിട്ട് കണ്ടിട്ടില്ല. ഒരു ഉദ്ധരണി കാണിച്ചാൽ നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യും, വരും, നമുക്ക് പ്രശ്നമില്ല. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഈ ദൈവത്തിന്റെ ശിക്ഷ, ഇദ്ദേഹം എന്നെ അടിക്കുമെന്നല്ല, ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ശിക്ഷ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ തമ്മിൽ അത് പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ബൈബിൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി, അദ്ദേഹത്തിന് ഒരു OC വറീസ് എന്നാണ്, അദ്ദേഹം വിളിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇതേപോലെ വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് സംശയങ്ങളുണ്ട്. എന്നെ പറഞ്ഞു, ഇതേപോലെ ദൈവത്തിന്റെ ശിക്ഷയെ കുറിച്ചൊക്കെ പറഞ്ഞു, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ നാളെ 3 മണിയാകുമ്പോൾ ചർച്ചിലേക്ക് പോകും, നിന്റെ
ടോപ്പിക്കിന് ഞങ്ങൾ മറുപടി തരാം. ഞാൻ വളരെ ഹാപ്പിയാണ്. അന്ന് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, ഇസ്ലാമിലേക്ക് ഞാൻ ഭാവിയിൽ പോകുമെന്ന് എനിക്കറിയില്ല, ക്രിസ്തുമതം വിടേണ്ട ഒരു ഗൗരവമുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവർക്ക് മറുപടിയില്ല, ആരെങ്കിലും മറുപടി പറയും. ഇതുവരെയും ഈസ ബൈബിൾ മാത്രം തന്നെയാണോ വായിച്ചുകൊണ്ടിരുന്നത്, അതോ മറ്റുള്ള ഏതെങ്കിലും ബുക്കുകൾ? ഇതുവരെ ബൈബിൾ മാത്രം. വേറെ ചിന്ത മനസ്സിൽ വന്നിട്ടില്ല? ഇല്ല, ഇസ്ലാമായി എനിക്ക് യാതൊരു ബന്ധമില്ല. കുറച്ച് 1-2 മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അവർക്കൊന്നും മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴും ഈ മീറ്റിംഗിലേക്ക് പോകുന്നവരെയും ബൈബിൾ തന്നെയാണ്, ബൈബിൾ തന്നെയാണ് ഫോക്കസ്. ബൈബിൾ തന്നെയുള്ള ഒരു യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനെ സമർത്ഥിക്കുന്ന കുറച്ച് ബുക്കുകളും പിന്നെ എന്റെ കയ്യിലിരിക്കുന്ന എന്റെ ബൈബിൾ മുഴുവൻ ഞാൻ വരച്ച് അടയാളപ്പെടുത്തിയിട്ടേക്കും. മീറ്റിംഗിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം മീറ്റിംഗിലേക്ക് പോയി. അപ്പോൾ മീറ്റിംഗിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനും കാണും ഇവരും കാണും, ഈ വിളിച്ച ആളും കാണും. കാരണം ഒരു എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇവര് മതിയല്ലോ. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടത് ആ ചർച്ചിൽ ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകൾ അന്ന് അവിടെ പ്രസന്റ് ആണ്. ഇവർ മുഴുവൻ എന്നെ നേരിടാനിരിക്കുകയാണ്. കാരണം ഞാൻ ചോദിക്കുന്നതിന്റെ ഗൗരവം എനിക്കറിയില്ലെങ്കിലും അവർക്കറിയാം ഇത് ഇവിടുന്ന് കുറ്റിപ്പറിക്കാനുള്ള പരിപാടിയാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അവര് മുളക്കഴ എന്ന് പറയുന്ന ഇപ്പൊ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന പെന്തക്കോസ്റ്റ് ചർച്ചുകളുടെ ഒരു ബൈബിൾ കോളേജിൽ നിന്നും അവിടുത്തെ ഒരു പാസ്റ്റർമാരെ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടർ, ഒരു 3 പാസ്റ്റർമാര്, ചർച്ചിലെ കുറെ ആളുകൾ, ഇത്ര ആളുകളാണ് അന്നൊരു 19-20 വയസ്സുള്ള എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി അവിടെ ഹാജരായിരുന്നു. അപ്പൊ എല്ലാരും ഇരുന്നു. അപ്പൊ എന്റെ ബ്രദറും വന്നിരുന്നു. അപ്പൊ എന്നെക്കാട്ട് 1 വയസ്സ് മൂപ്പേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ വിഷയം അവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്തു. യഥാർത്ഥത്തിൽ യേശു യഹോവ ഒന്നാണ്. കാരണം അസ്തിത്വത്തിൽ 2ആണ്. യേശുവിന് രൂപമുണ്ട്. അതേപോലെ യേശുക്രിസ്തു പറയുന്നുണ്ട്, പിതാവെ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ നടത്തിയ ഒരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അതായത് ഈ ശത്രുക്കളുടെ പീഡനത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണം. അപ്പൊ 2 ഇഷ്ടമായി. 1 യേശുവിന്റെ ഇഷ്ടം, 2 പിതാവിന്റെ ഇഷ്ടം. അപ്പൊ ഒരേ ആളാണെങ്കിൽ 2 ഇഷ്ടം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ അടിസ്ഥാനപരമായി യേശുക്രിസ്തുവോട് പഠിപ്പിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചർച്ചിൽ വന്നിരുന്ന ആളുകൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ മറുപടി പറഞ്ഞു. അപ്പൊ ഒരു മറുപടി പറയുന്നതിന്റെ കൗണ്ടർ ആയിരിക്കും അടുത്ത പറയാം. അടുത്ത ചോദ്യത്തിന് പറയുന്നത് ആദ്യത്തെ മറുപടിക്ക് കൗണ്ടർ ആയിരിക്കും. ഇങ്ങനെ ഒരു 15-20 മിനിറ്റ് ചെയ്തപ്പോൾ ഇവര് നിശബ്ദരായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കാതെ ഇവർ നിശബ്ദരായിട്ട് കേട്ടിരുന്നു. ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു കൂടെ? ജ്യേഷ്ഠൻ അന്നൊന്നും വേണ്ടിയില്ല, ഞാൻ മാത്രം സംസാരിക്കുന്നു. ജ്യേഷ്ഠൻ ഇവരോട് നേരത്തെ സംസാരിച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ജ്യേഷ്ഠന്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ ഇവരോട് ഒരു സംഭവം തൃത്വത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഇവര് പ്രത്യേക ഒരു ആംഗ്യത്തോട് പറഞ്ഞു, അവർ ആളത്വം 3 ഉണ്ടെങ്കിലും സാരാംശത്തിൽ 1 പറഞ്ഞു. ഇവരൊന്നും മനസ്സിലായില്ല. വളരെ ആളത്വം 3 ആണെങ്കിലും സാരാംശത്തിൽ 1 പറഞ്ഞ് ഇവൻ പറഞ്ഞ് സാധാ മലയാളത്തിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഞാനിത് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് റബ്ബറിങ്ക പോലാണ്. റബ്ബറിങ്ക എന്ന് വെച്ചാല് റബ്ബറിങ്കായ്ക്ക് അത് 3 കുരു, പക്ഷെ കായ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 1 ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ താങ്കള് ഇപ്പൊ ഹൈന്ദവരുടെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് ചോദിച്ചാൽ അവര് പറയാണ്, ഞങ്ങളുടെ വിശ്വാസം ഓറഞ്ച് പോലാണ്, ഓറഞ്ച് 1 ഉള്ളൂ, കുറെ അല്ലി ഉണ്ടല്ലോ, അതുപോലാണ് ഞങ്ങളുടെ ഈ 33 കോടി ദൈവം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഉത്തരം മുട്ടൂലേ. അതുകൊണ്ട് റബ്ബറിങ്കായും ഓറഞ്ചും ഒക്കെ മാറ്റി വെച്ചിട്ട് ബൈബിളിൽ നിന്ന് ആ ഉദ്ധരണി ഇങ്ങോട്ട് എടുത്തിട്ട് യേശു ക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചു, അത് റബ്ബറിങ്ക പോലാണെങ്കിൽ റബ്ബറിങ്ക പോലെ, ഓറഞ്ച് പോലെങ്കിൽ ഓറഞ്ച് പോലെ. അപ്പം ഈ ഇങ്ങനത്തെ കുറെ ട്രിക്സിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഈ ചർച്ചയിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇവർ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞില്ല. ഇപ്പൊ ഈ വന്ന ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ മറുപടിയൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടാണ്. കാരണം തടി പോവാണല്ലോ. ഇവർ മെയിനായിട്ട് കൊണ്ടുവന്ന ഈ മുളക്കഴയെന്ന് വന്ന പാസ്റ്റർ പറഞ്ഞില്ല, നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ല. ഇവർ ചോദിച്ചത് അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് എന്റെ നമ്പർ മേടിച്ചിട്ട് പറഞ്ഞു ഒരാഴ്ചക്കകം മറുപടി തരും.